നമ്മുടെ മുംബൈ വ്ളോഗിൻ്റെ ഡേ 2 ആണിത് കേട്ടോ. അപ്പോൾ ഡേ 2 എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡായിട്ട് പോയൊരു ഡേ ആയിരുന്നു. കാരണം നമ്മൾ വന്ന് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ നടത്താനുള്ള ദിവസമായിരുന്നു ഒന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി നമ്മൾ താമസിക്കുന്ന സ്റ്റേയുടെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. നമ്മൾ പാലക് പനീർ ദോശയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ കുട്ടു ഒരു വടയൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ അത്രയും നേരത്തെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഹെവി ആയിട്ട് ഓർഡർ ചെയ്തിട്ടെങ്കിലും അവരൊക്കെ ഭയങ്കര ലൈറ്റ് സാധനങ്ങളായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് ബോംബെയിൽ ഓട്ടോയിനേക്കാളും കൂടുതൽ ടാക്സി സർവീസ് ആയിരുന്നു കേട്ടോ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ടാക്സി പിടിച്ചിട്ടാണ് നമ്മളെ സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ സംഭവം ഈ ഒരു സ്ഥലം രാവിലെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കാരണം തിരക്കുണ്ടെങ്കിൽ കൂടി ഭയങ്കര ഒരു നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. രാവിലെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ക്രൗഡാവും. പിന്നെ നല്ല രീതിയിൽ ചൂടുള്ള ഉണ്ടായിരുന്ന ടൈമിലാണ് നമ്മൾ പോയത്. അപ്പോൾ നല്ല ഉഷ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാർക്കറ്റിലെത്തി. അപ്പോൾ നമുക്കിവിടെ കുറേ പണികളുണ്ട്. നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ പരിപാടികൾ ഇവിടെ നിന്നാണ് ചെയ്യുക. അപ്പോൾ ഇന്നും നാളെ നമുക്ക് സമയമുള്ളൂ. ആക്ച്വലി സൺഡേ ആയതുകൊണ്ട്, അതായത് നാളെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് തന്നെ മാക്സിമം തീർക്കണം. അപ്പോൾ രാവിലെ 8 മണിക്ക് ഞങ്ങൾ കയറിയിട്ട് രാത്രി 10 മണിക്കാണ് ഞങ്ങളിതായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചത്. പാനിപൂരിയും പാവ് ഭാജിയും പിന്നെ അതുപോലെ ഒരു ലസ്സിയാണ് കുടിച്ചത് കേട്ടോ. അങ്ങനെ ടയേർഡായി വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. അത്രയും ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അത്രയും ടയേർഡായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പിന്നെയും ഇറങ്ങി. അപ്പോൾ നമ്മൾക്ക് മാർക്കറ്റിൻ്റെ അടുത്തായതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് എത്താനുള്ള എളുപ്പത്തിന് നമ്മൾ അവിടെ അടുത്ത് തന്നെയാണ് സ്റ്റേ എടുത്തത്. സ്റ്റേ ഒക്കെ നന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സ്റ്റേ ആയിരുന്നു. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസവും പിന്നെ മാർക്കറ്റിലേക്ക് തന്നെ ഇറങ്ങുകയാണ്. ഈ പ്രാവശ്യം സൺഡേ മാർക്കറ്റ്, അതായത് നമ്മൾ ആദ്യം പോയ മാർക്കറ്റല്ല, കുറച്ചുകൂടി ദൂരത്താണ് നമ്മുടെ ഇപ്രാവശ്യത്തെ മാർക്കറ്റുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഏതാണ്ട് 1.5 മണിക്കൂറും ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത മാർക്കറ്റിലെത്തിയത്. അപ്പോൾ നമ്മൾ ടാക്സി വിളിച്ചിട്ട് തന്നെയാണ് അടുത്ത മാർക്കറ്റിലേക്ക്. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ അറിവില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച്, അതുപോലെ നമുക്ക് അവിടെ ഹെൽപ്പിനായിട്ട് ഒരു ചേട്ടനുണ്ടായിരുന്നു കേട്ടോ. പുള്ളി നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്തായിരുന്നു. അവിടെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തരാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ആൾ നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ടാക്സി വിളിച്ച് കയറിയിട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ട് ടാക്സി ഇത്രയും അടുത്തടുത്തൊക്കെ ആണെങ്കിൽ ടാക്സിയാണ് ഭയങ്കര കംഫർട്ടബിൾ, അവിടെ അത്ര റേറ്റൊന്നുമില്ല. പക്ഷെ ദൂരത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഊബർ വിളിച്ചാൽ മതിയായിരുന്നു. ഊബർ ആകുമ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആണെന്ന് എനിക്ക് തോന്നി. ടാക്സി ആകുമ്പോൾ അവരുടെ റേറ്റ് ഭയങ്കര ദൂരത്തേക്ക് കൂടുതലാണ്. അങ്ങനെ നമ്മൾ നേരെ സെക്കൻഡ് മാർക്കറ്റിലേക്ക് പോയി. അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് അവിടെയാണ് ഈ ഫുഡ് സ്റ്റാളുകളും ഇതുപോലെ ഫുഡ് മാർക്കറ്റുകളും ഒക്കെ ഇങ്ങനെ കണ്ടത് കേട്ടോ. ഇത് ലൈവ് ജിലേബി കൗണ്ടർ ഉണ്ടായിരുന്നു അവിടെ. അതവരിങ്ങനെ നല്ല ചുടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പോലെ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡുകൾ, പാവ്, അങ്ങനെ ദഹി വട, അങ്ങനെ കുറേ ചോലെ ഭട്ടൂരി, പിന്നെ അവിടുത്തെ സ്വീറ്റ്സ്, നമ്മൾ സ്വീറ്റ്സ് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. ഇവിടെ സ്വീറ്റ്സിൻ്റെ ക്വാളിറ്റി സൂപ്പറാണ്. അതുപോലെ തന്നെ വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ആ ഷോപ്പിൽ തന്നെ ഇങ്ങനെ ചോലെ ഭട്ടൂരി ലൈവായിട്ട് ഉണ്ടാക്കുന്ന കൗണ്ടറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി. പക്ഷേ നമുക്കിതൊന്നും കഴിച്ചാൽ നമുക്കൊരു കഴിച്ച സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ കുറേ ദിവസം 2 ദിവസമായിട്ടും വെജ് തന്നെയല്ല. അപ്പോൾ ഇന്ന് പ്രാവശ്യം ഒന്ന് നോൺ വെജ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ തപ്പി അവിടുത്തെ ഒരു ടാക്സി ചേട്ടൻ ഈ ഷോപ്പിൽ നമ്മളെ കൊണ്ടുവന്നാക്കി. ഇവിടുത്തെ ആ ഗാർലിക് ചീസ് ബ്രെഡ് നൈസായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ബാംബൂ റൈസ് പറഞ്ഞു, ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. സാധനം കാണാനൊക്കെ നല്ല പ്ലേറ്റിംഗ് ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റ്, എന്നാൽ വലിയൊരു അത്രയ്ക്ക് ടേസ്റ്റും ഇല്ല. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ ഇവിടുത്തെ എന്തെങ്കിലും ഒന്ന് കാണണ്ടേ, നമ്മളിവിടെ വന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ പോവുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഓക്കെ നമുക്ക് ഗേറ്റ് ഓഫ് ഇന്ത്യ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അത് ഇവിടെ നിന്ന് അടുത്താണ്, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ ഓക്കെ, ഗേറ്റ് ഓഫ് ഇന്ത്യ കാണാൻ പോകേണ്ട. വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇവിടുന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാലാണ് ഒരു 3/4 മണിക്കൂറൊക്കെ ഉള്ളൂ ഗേറ്റ് ഓഫ് ഇന്ത്യയിലേക്ക്. അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ പോയി നേരെ ഗേറ്റ് ഓഫ് ഇന്ത്യയിലെത്തി. വൈകുന്നേരമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ബീച്ചാട്ടോ, ജുഹു ബീച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നല്ല രസമുണ്ട് അല്ലേ. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഈ കാണുന്നതാണ് നമ്മുടെ താജ് ഹോട്ടൽ. അപ്പോൾ ഇതും കാണാൻ പറ്റി. ആക്ച്വലി ഞാൻ താജ് ഹോട്ടൽ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ അടുത്താന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അവിടെ ചെന്നത് കണ്ടപ്പോഴാണ് ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ,
അപ്പോൾ പറയുന്നത് ഇത് താജ് ഹോട്ടലാണെന്ന്. അപ്പോൾ അതും കണ്ട് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുത്തെടുക്കണം. അപ്പോൾ ഞങ്ങൾ 2-3 ഫോട്ടോസൊക്കെ അവരെ കൊണ്ട് ഇടിപ്പിച്ചു കേട്ടോ. ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ, നമ്മൾ ഇനി എന്നാണ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. കുറച്ച് സ്ഥലം തന്നെ കാണുന്നുണ്ടെങ്കിലും കാണുന്ന സ്ഥലം നമ്മൾക്കൊരു മെമ്മറി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു കുറേ നേരം. പിന്നെ രാത്രി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്കും അധികം സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞി മാർക്കറ്റുകളുണ്ട് കേട്ടോ ആ മുംബൈയുടെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ലൈനിൽ. അപ്പോൾ നമ്മൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു, നേരെ വന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. ഊബർ ബുക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വ്യൂ കണ്ടത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര ആൾക്കാരില്ലാത്തൊരു സ്ഥലം. ഐ മീൻ ആൾക്കാരുണ്ട്, പക്ഷേ രാവിലെ നേരത്തെയായിരുന്നു, ഞങ്ങൾ 6:30-ക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ മോർണിംഗ് വാക്കിനും ഒക്കെ ആയിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇത് കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ആ ഊബറിൽ ഞങ്ങളുടെ ആ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് ഊബറിലെ ഡ്രൈവർ പറഞ്ഞു കുറച്ച് നേരം നിന്ന് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തോ. നമുക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു. നേരെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിലെത്തിയിട്ട് ഞങ്ങൾക്ക് ഫ്ലൈറ്റിലെ ലാസ്റ്റ് സീറ്റായിരുന്നു. ഫ്ലൈറ്റിലെ ലാസ്റ്റ് സീറ്റിൽ ഇരുന്ന് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ്. അവസാനം അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് സീറ്റിലൊക്കെ ഇരുന്ന് പോയി. ഒരു 12 മണിയോട് കൂടിയിട്ടാട്ടോ ലാൻഡിങ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിന്നെയും കണ്ണൂരിലെത്തി. അപ്പോൾ ബാക്കി ബിസിനസ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ വഴിയേ പറയാം. നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.